ഇസ്രായേലിനെ പോലെ ലോകത്തെ ഏറ്റവും വലിയ ഒരു രാജ്യത്തെ പട്ടാളക്കാർ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ 1000 ഗസക്കാർ കൊല്ലപ്പെടുന്നത് ലോകത്തിനൊരു സാധാരണ സംഗതിയായിരിക്കും. ഇസ്രായേലിന് ഒട്ടുമേ സംഗതിയല്ല. പക്ഷെ അവിടുത്തെ ഒരു പട്ടാളക്കാരൻ കൊല്ലപ്പെടുന്നത് ലോകത്തെ ഏറ്റവും സെക്യൂരിറ്റി ഉള്ള, ലോകത്തെ ഏറ്റവും വലിയ ആധുനിക സംവിധാനമുള്ള രാജ്യത്ത് ഒരു പട്ടാളക്കാരൻ കൊല്ലപ്പെടുക, നിരായുധരായ അല്ലെങ്കിൽ എന്താ പറയുക ദുർബലരായ ശത്രുക്കളാണ്. അവർക്ക് ഭയങ്കര തിരിച്ചടിയാണ്. അവരുടെ ആ സൊസൈറ്റിക്കകത്ത് ഉണ്ടാക്കുന്ന ഒരുതരം ഇൻസെക്യൂരിറ്റി വലുതാണ്. അപ്പം 100 കണക്കിന് പട്ടാളക്കാർ കൊല്ലപ്പെടുന്നു. 1000 പട്ടാളക്കാർ ഇനി ഒരിക്കലും തിരിച്ചു പോകാൻ കഴിയാത്ത അംഗവൈകല്യത്താലേ വരുന്നു, കടുത്ത മാനസിക പ്രശ്നത്താലേ വരുന്നു, ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ ഈ റിസർവ് ഫോഴ്സിലുള്ള ആളുകളുടെ കുടുംബങ്ങൾ മുഴുവൻ ഫോഴ്സ് ചെയ്യാണ്. നിങ്ങൾ എന്തിനാണ് യുദ്ധം ഉണ്ടാക്കുന്നത്? ഞങ്ങളുടെ മക്കളെവിടെ, ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ സമാധാനത്തോടെ ജീവിച്ചോടുന്നു. ഇപ്പോൾ എല്ലാവരും വരാനാണ് പറയുന്നത്. ഈ പോകുന്ന ആൾക്കാർ അങ്ങോട്ട് കയറി ചെന്ന് എന്താ സംഭവിക്കാൻ പോവുക? അവിടെ ഇപ്പോഴും ഉണ്ട്. ഗസയിലെ ഹമാസിനെ മുഴുവൻ തീർത്തു, ഞങ്ങളിപ്പോൾ ഉള്ള ലീഡേഴ്സിനെ മുഴുവൻ തീർത്ത് കഴിഞ്ഞിരിക്കുകയാണെന്ന് അവർ അവകാശപ്പെടുന്നു. ശരിയാണ്. അവരെ സംബന്ധിച്ച് ഈ ഹമാസ് മീൻസ് എന്തെങ്കിലും തരത്തിൽ ഒരു എല്ലാവരും യൂണിഫോം ഇട്ട് മാർച്ച് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ലല്ലോ, ഒരു സംവിധാനമൊന്നുമല്ല. കയ്യിൽ തോക്കെടുത്ത് വെച്ച് കണ്ടാൽ വെടിവെക്കുക, കയ്യിലുള്ള ഗ്രനേഡ് വലിച്ചെറിയുക എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണത്. അപ്പോൾ അതുകൊണ്ട് ആരെ തീർത്തു എന്നുള്ള അവകാശവാദത്തിനൊന്നും പ്രസക്തിയില്ല. അകത്തേക്ക് കയറിയാൽ പോയ എല്ലാവരും തിരിച്ചു വരില്ല എന്നറിയാം. അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ വയ്യ. ഇപ്പുറത്തുള്ള മനുഷ്യന്തിനാണ് വിമോചനത്തിന് വേണ്ടി മരിക്കാൻ പോരാടുന്നവർ. അപ്പുറത്തുള്ളവരെന്തിനാണ് അധിക ഭൂമിക്ക് വേണ്ടി ഒരിക്കലും മരിക്കരുതേ എന്ന ആഗ്രഹത്തോടെ ഞങ്ങൾ ലോകത്തെ ഏറ്റവും സുരക്ഷിതർ, ഞങ്ങൾക്കൊരു പരിക്കും പറ്റില്ല എന്ന അമിത വിശ്വാസത്തോടെ ജീവിക്കുന്നവരാണ്. ഈ വ്യത്യാസമുണ്ട്. ചാവാൻ മടിയില്ലാത്തവരും ജീവിക്കാൻ ഒരുപാട് മോഹമുള്ളവരും നമ്മൾ ആ മോഹത്തിൻ്റെ പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നെതന്യാഹുവിനോട് അവർ പറയുന്നത് നിങ്ങൾ വിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഈ സൈനികവും ലോജിസ്റ്റിക്കൽ ഇഷ്യൂസ് അവിടെ കിടക്കുന്നു. അപ്പം പ്രാദേശികമായ സ്ഥിരത അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്ന ആശയം ഒരിക്കലും നടപ്പാകാൻ പോകുന്നില്ല. അതിനകത്ത് കയറിയാൽ പ്രതിരോധം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് യാഥാർത്ഥ്യമാണ്. എല്ലാ ബന്ധികളെയും തിരിച്ചു കൊണ്ടുവരാൻ ഒരു ഫോഴ്സ്, പരമാവധി ബലം പ്രയോഗിച്ച് എല്ലാ ബന്ധികളെയും തിരിച്ചു കൊണ്ടുവരാൻ പരിശോധിച്ചാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. എന്ന് മാത്രമല്ല, അവിടെ കയറി എല്ലാവരെയും ഒരു തുരുത്തിലേക്ക് മാത്രം ഓടിച്ചുകൊണ്ട് നടത്തുന്ന ഈ പരിശ്രമം തൊട്ടടുത്തുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കും.